ഒരു എക്സ്പീരിയൻസ് ആവട്ടെ, കുറച്ചുകൂടി കാര്യങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് മിസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആഗ്രഹം ഉള്ളിൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ മിസ്സിന് ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം റെഡിയായി വന്നത്. മിസ്സിനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യണം, ആ ജോലിയുടെ കൂടെ എൻ്റെ കുട്ടികളെ മൊത്തം ജോലിക്ക് കയറ്റണം. കാരണം എല്ലാ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന പിള്ളേർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാതെ മുമ്പിലേക്ക് വരുന്ന പേരൻസിൻ്റെ അടുത്തായാലും കുട്ടികളുടെ അടുത്തായാലും മിസ് പറയാറ്, മിസ്സിൻ്റെ അടുത്ത് 100% നിങ്ങൾ ഏൽപ്പിച്ച് തന്നോ, ജോലിക്ക് ഞാൻ കയറ്റിയിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്. അതെനിക്ക് ഇതുവരെ ഇത്ര കാലത്തിനിടയ്ക്ക് 8 വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ്. അതാണ് എൻ്റെ ഈ ജോലി കിട്ടിയ പിള്ളേരൊക്കെ വന്നിരിക്കുന്നു. അതുപോലെ മിസ്സിൻ്റെ അടുത്ത് ഇനി പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മിസ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് തന്നെയാണ് അതിനുള്ളൊരു വിജയം എന്ന് പറയുന്നത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് കുറേ പിള്ളേർക്ക് ഇപ്പം നമ്മുടെ ജോലി കിട്ടിയ പിള്ളേർ വന്ന് നിൽക്കുന്നത്, അവർ എൻ്റെ അടുത്ത് വരുന്നത്. കാരണം മിസ് എവിടെയാണെങ്കിലും എത്തും എന്നുള്ളത് അവർ തെളിവ് കാണിച്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരല്ല, സംഗീത മിസ് എവിടെയുണ്ടോ അവിടേക്ക് എത്തും എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികൾ വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ജയം. കാരണം ഞാൻ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ എല്ലാ ഗുണം അവർ കാണിച്ചു തരുന്നത് അവിടെയാണ്. അപ്പം അതേപോലെ വേറെ ഇനി കുറേ പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുത്ത് അവരുടെ ലൈഫ് സക്സസ് ആക്കാൻ മിസ്സിന് കഴിയട്ടെ. ആ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് മിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കണേ. കാരണം മിസ് ഒരു ജോലിക്ക് ഒരു കുട്ടീനെ കയറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ആ ലൈഫ് നിങ്ങൾ സക്സസ് ആവുന്നു, മാസം മാസം സാലറി മേടിക്കുന്നു, ജീവിക്കുന്നു. അതല്ലാതെ തന്നെ നിങ്ങൾക്കൊരു ലൈഫ് വരാൻ കിടക്കുന്നുണ്ട്, അതിലൊരു ജനറേഷൻ വരാൻ കിടക്കുന്നുണ്ട്. ആ ജനറേഷന് കൂടി ഒരു ഗുണം കിട്ടണമെങ്കിൽ മക്കളെയൊക്കെ ജോലിക്ക് കയറ്റി വരണം. നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയാലേ ആ ജനറേഷൻ നന്നാവുള്ളൂ. അതിന് മാത്രം ഉന്നം വെച്ചുകൊണ്ടാണ് മിസ്സിൻ്റെ വർക്ക് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇനി ഞങ്ങൾ ദൈവം തമ്പുരാൻ ലൈഫ് ലോങ് എനിക്ക് അതേപോലെ കുറേ കുട്ടികളെ കയറ്റാനുള്ള സഹായം തരട്ടെ. അതിനുവേണ്ടി ഞാൻ വിളിച്ച് ഇപ്പോൾ കുറേ പിള്ളേരെ മിസ്സിനെ അറിയിക്കാനുണ്ട്. കാരണം മിസ് കുറച്ച് പിള്ളേരെ അറിയിച്ചിട്ടുള്ളൂ. കുറേ പിള്ളേരെ അറിയിക്കുമ്പോൾ ഓരോരുത്തരെ വിട്ടു പോകരുതെന്ന് അവർ പറയരുതല്ലോ എന്ന മിസ് ഞങ്ങൾ വിളിച്ചില്ലെന്ന് അവർക്ക് അങ്ങനെ പിണക്കം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോരുത്തരെ മിസ് ഇത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെ മിസ് അറിയിക്കുക. ആ അറിയിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ തന്നെ മിസ്സിനെ ചെലവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മക്കള് ഇന്ന് വന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, എല്ലാവരും നമുക്ക് അറിയിക്കാന്നൊരു പറയുന്നൊരു ഭാഗമുണ്ട്. അത് മിസ് ഇന്ന് അറിയിക്കുകയാണ് എല്ലാവരെയും. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് വേറെ സെക്ഷനില്ല, ഒന്ന് കേക്ക് മുറിക്കാനുണ്ട്. ആ കേക്ക് മുറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുഡ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്. കാരണം ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരാൻ നിൽക്കുന്ന കുറച്ച് പിള്ളേർ നമുക്കുണ്ട്. ജോലി കിട്ടിയ കാരണം അവരുടെ മുമ്പിലേക്ക് മിസ്സിനെ അടുത്തൊന്ന് കാണിക്കാനുള്ളത് ആ ജോലി കിട്ടിയ പിള്ളേർ മിസ്സിൻ്റെ അടുത്തേക്ക് കയറി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആ കയറി വരുമ്പോൾ മിസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം അതാണ്. കാരണം കുറച്ച് പിള്ളേർ പഠിക്കണം എന്ന് വിചാരിച്ച് മിസ്സിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ജോലി കിട്ടിയ പിള്ളേർ കയറി വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് കൂടി ഒരു കോൺഫിഡൻറ്റ് കിടക്കുകയാണ് അവിടെ. മിസ്സിനായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് പിള്ളേരുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ പേര് മുമ്പേ പഠിച്ചു പോയതാണ് ഞങ്ങളിവിടെ എന്ന് പറഞ്ഞല്ല വരുന്നത്. സംഗീത മിസ് എവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു പയ്യൻ വന്നപ്പോൾ അവൻ തന്നെ പറഞ്ഞു ഇത് സംഗീത അക്കാദമി ആക്കി കൂടെയെന്ന്. അത് മിസ്സിന് കൂടി മിസ് പറഞ്ഞിരുന്നതാണ്. അതുപോലെ കുറേ പേര് പറഞ്ഞിരുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ കിടക്കുന്ന മിസ് എന്ന് പറയുന്ന ആളേനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതെല്ലാം പേരൻസിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും കുറേ കാലത്തേക്ക് അതേപോലെ തന്നെ നിർത്തിക്കണം. അത് മിസ്സിൻ്റെ കൂടി നിർബന്ധമാണ്. ഞാൻ നിർത്തിക്കും.